എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്. റോജർ സൺഡേ പോയി. പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ചെയ്യാതിരുന്നൊരു ദിവസമായിരുന്നു. രാവിലെ വെറുതെ പുട്ട് മാത്രം ഉണ്ടാക്കിയത്, പഴം കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ ഇത്തിരി കറികളൊക്കെ ബാക്കിയുള്ളതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയി. രാത്രി ഞാൻ നടക്കാൻ പോയതിന് ശേഷം വന്നിട്ട് ഇത്തിരി കടല പുഴുങ്ങിയത് ഫ്രിഡ്ജിലിരുന്നത് എടുത്തിട്ട് ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് താളിച്ചെടുത്ത്. ഇത് മാത്രമേ ഞാനന്ന് പാചകമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലീനിങ് ഒക്കെയാണ് ചെയ്തത്. ഒന്നും വീഡിയോ എടുക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കടലയില്ലേ, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് സവാളയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഇട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒന്നും ഇടാതെ അങ്ങനെ ഇത് മാത്രം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ രാത്രി ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും, ഞങ്ങൾക്ക് മൂന്നാൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും കൂട്ടിയിട്ടാണ് ചോറിനിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്തിരി ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നത് എങ്ങനെയാണ് ഇഡ്ഡലിയുടെ ആ ഒരു ബാറ്റർ റെഡിയാക്കണമെന്നുള്ളത്. അതൊന്നും എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഞാൻ എടുക്കാം എന്ന് വിചാരിച്ച് ആളുകളുടെ കമൻസിൽ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു കാണിക്കാമെന്നുള്ളത്. അതൊക്കെ മറന്നുപോയി. അപ്പോൾ ഇത് റോജർ മേടിച്ചെന്ന് തന്നിട്ട് പോയ ചിപ്സ് ആയിരുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഒരു കുപ്പിയിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് കഴിച്ച് കൊണ്ടാണ് ഞാൻ നിൽക്കണത്. എനിക്ക് ചിപ്സ് കണ്ടു കഴിഞ്ഞാൽ കഴിച്ച് തീർക്കണ വരെ എനിക്ക് അത് തീർന്നു കഴിഞ്ഞാലേ സമാധാനമുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിച്ചിട്ട് നിന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി തേങ്ങാക്കൊത്ത് കഴിഞ്ഞ ദിവസം ബാക്കി വന്നത് അത് ഇട്ടിട്ടാണ് നമ്മൾ ചട്നി അരക്കണത്. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലിയുടെ ബാറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉഴുന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് കുറച്ചും കൂടി നല്ലതാണ്. 1/2 കപ്പ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊങ്ങി വല്ലാതെ ഇപ്പോൾ. അപ്പോൾ ഒരു 1/4 കപ്പ് ഉഴുന്ന് മതി. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉഴുന്നും 1/2 കപ്പ് ചോറും അങ്ങനെയാണ് അരക്കണത് കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകതകളൊന്നുമില്ല. എല്ലാം കൂടി ചേർത്ത് കൂടെ അരച്ച് വെക്കണതാണ്. പിന്നെ നല്ല സ്മൂത്തായിട്ടാണ് അരക്കണത് കേട്ടോ. ഇങ്ങനെ തരിതരിപ്പോടുകൂടി ഇഡ്ഡലിയുടെ ബാറ്റർ അരക്കണമെന്ന് പറയില്ലേ, ഞാനങ്ങനെ അരക്കാറില്ല. സ്മൂത്തായിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ദോശയുമൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ രണ്ടും ഒരേ ബാറ്റർ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഇഡ്ഡലിക്ക് എടുക്കുന്നത്. അപ്പോൾ അധികം അരക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇഡ്ഡലി സോഫ്റ്റായിട്ട് വല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. നല്ല സോഫ്റ്റായിട്ട് അരച്ച് കഴിഞ്ഞാലാണ് നല്ല ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണക്കമുളക് ചട്നിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉണക്കമുളക് രണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് പച്ചമുളക് ചട്നി തന്നെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉണക്കമുളക് ചട്നിയാണ്. ചട്നിയിൽ പുളി ഇടൂല, അത്രയേ ഉള്ളൂ. വെറുതെ ഉപ്പും ചെറിയുള്ളിയും പച്ചമുളകും മാത്രമേ ഇടുള്ളൂ, ഇഞ്ചിയൊന്നും ഇടൂല. അങ്ങനെ അത് റെഡിയാക്കി. പിന്നെ നമ്മളിപ്പോൾ പുതിയ മീൻകാരൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരു 8 മണിക്ക് 8:30 തന്നെ വരും കേട്ടോ. ഷാജി ആണെന്നുണ്ടെങ്കിൽ വരണത് ഒരു 12 മണിയാകുമ്പോഴേ വരുള്ളൂ. കാരണം അയാൾ അവിടെ നിന്ന് വിറ്റ് ഏറ്റവും അവസാനമാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. ഇയാളങ്ങനെയല്ല, ഏറ്റവും ആദ്യം നമ്മളുടെ അടുത്തു നിന്നാണ് വിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കാലത്ത് തന്നെ മീൻ കിട്ടും. അതുകൊണ്ട് വേഗം ജോലികൾ തീർക്കാം. ഷാജി വരണത് 12 മണി വരെ നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ നമ്മളുടെ ജോലി തീരാറാകുമ്പോഴേക്കുള്ളൂ മീൻ വരണത്. പിന്നെ അതിനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴൊക്കെ ഒരുപാട് ലേറ്റാകുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി കൊണ്ടുവന്ന മീൻ തന്നെയാണ് ഫ്രഷ് ആയിട്ടാ. ഇത് അത്ര ഫ്രഷായിട്ട് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ മേടിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കറി വേണ്ടേ എന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും പപ്പ പോയിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അതൊരു വൻ നഷ്ടമായിട്ട് വരുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് മേടിക്കുന്നത്. പപ്പ മീൻ മേടിച്ചുകൊണ്ട് വന്നത് വലക്കേന്നാണ്. പിടിച്ച ഉടനെ തന്നെയാണ് മീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെതായ വില കൊടുക്കണം. പക്ഷേ അത് ഭയങ്കര, നമുക്ക് എപ്പോഴും ആകുമ്പോഴത്തേക്കും നമുക്കത് നഷ്ടമായി പോകും. അപ്പം ഞാനില്ലേ ഇന്ന് വോയിസ് ഓവർ കൊടുക്കണതില്ലേ മുകളിലെ മുറിയിൽ ഇരുന്നിട്ടാണ്. അതുകൊണ്ട് ഒരു എക്കോ ഉണ്ട്. കാരണം ഭയങ്കര ചൂടുകൊണ്ട് അത് AC ഇട്ടിട്ടിരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു ശബ്ദത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ തണുപ്പ് ചൂട് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തിരി ഐസ്ക്രീമൊക്കെ ഇടയ്ക്ക് മേടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ നമ്മൾ കുറേ ഐസ്ക്രീം മേടിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഐസ്ക്രീം മേടിച്ചിട്ട് ഇപ്പം ഞാൻ റൈനും കൂടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചൊരു വെളിച്ചെണ്ണ ഒരു പാക്കറ്റ് പാലൊക്കെ ഇട്ട് അങ്ങനെ മേടിച്ച്. നേരത്തെയും ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് തീർന്ന്. അപ്പോൾ വീണ്ടും ഞാൻ മേടിച്ചതായിരുന്നു. ഓരോരോ ഫ്ലേവർ മാറ്റി മേടിച്ചതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ടൈമിൽ ഒരുപാട് ഐസ്ക്രീം ഇങ്ങനെ മേടിച്ച് നമ്മൾ ഫ്രീസറിൽ വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം ഫ്രീസറിലൊക്കെ വെച്ച് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങളൊന്ന് കഴിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം അത്ര വലിയ ടേസ്റ്റ് ഇല്ല, കുറച്ച് ഡാർക്ക് ചോക്ലേറ്റാണ് തോന്നുന്നത്, നല്ല കയ്പ്പാണ്. മറ്റേത് സ്ട്രോബെറിയും എല്ലാമായിട്ട് അത് നല്ല 2 ഫ്ലേവറിലാണ് വന്നേക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്, ബ്ലാക്ക് കറൻറ്റും സ്ട്രോബെറിയും കൂടി.
പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മീൻ വെട്ടാൻ പോയത്. കാരണം മീൻ ഒരു 8 മണിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ വെട്ടണമെന്ന് നിർബന്ധമില്ല, നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വെട്ടിയാൽ മതി. അങ്ങനെ എല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ഫ്രീസറിലേക്ക് മാറ്റേണ്ടത് ഫ്രീസറിലേക്കും, പിന്നെ ഇന്നിപ്പോൾ വെക്കാനുള്ളത് മാത്രം പുറത്ത്. അപ്പോൾ കക്കയിറച്ചി ക്ലീൻ ചെയ്ത് അത് മസാല ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. പിന്നെ നമുക്ക് സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയല്ല. അപ്പോൾ ഇവിടെ ഈ കക്കയിറച്ചി അങ്ങനെ തേങ്ങ വറുത്തരച്ചും തോരൻ അങ്ങനത്തെ ഒന്നും വെക്കാറില്ല കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമല്ല. വറുത്തരച്ചൊക്കെ പണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് അതൊന്നും ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കണം ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് തന്നെ സ്ഥിരമായിട്ട് ചെയ്യണത്. പിന്നെ ഈ മീനൊന്ന് പുരട്ടി വെക്കണം, അതും ഫ്രീസറിലോട്ട് വെക്കണം. ചെമ്മീൻ അത് ഫ്രീസറിലോട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വിചാരിച്ചേ ഒരുപാട് കറികളിൽ നിന്ന് വെച്ച് ഈ ചൂടത്തിട്ട് അധികം കറികളൊന്നും വെച്ച് നിൽക്കണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ട് ഈ മീൻ മാത്രം, അതായത് അയില, ചെറിയ അയിലയില്ലേ, അത് ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ 3 പേർക്കുള്ള ഒരു കറി മാത്രം മതിയല്ല. അപ്പോൾ റയൻ പിന്നെ എന്ത് തന്നെ ആയാലും അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മറ്റുള്ളതെല്ലാം അകത്തെടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഓരോ ദിവസം ഇത്തിരി പച്ചക്കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ കുറച്ചിട്ടിട്ട് വെക്കാമെന്ന് വെച്ചാണ് ചെമ്മീൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഒരു പച്ചക്കറി പിന്നെ ഒരു മീനിൻ്റെ എന്തെങ്കിലും വെക്കാം ഓരോ ദിവസം അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ 4 ഇതായിട്ട് മാറ്റിയത് കേട്ടോ. പച്ചക്കറി ഇപ്പം ഇന്ന് ഒന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ സവാളയൊക്കെ ഇട്ടിട്ട് മീൻ തിളപ്പിക്കുന്നതാണ്. അപ്പോൾ മീൻ തിളപ്പിക്കാനായിട്ട് തക്കാളി ഇട്ട് തിളപ്പിക്കുന്നത് ഇവിടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും തക്കാളി ഉണ്ടായിരുന്നില്ല. തക്കാളി ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നത്, പക്ഷേ തക്കാളി ഇല്ല. അങ്ങനെ ഞാൻ വിനാഗിരി ഇട്ട് തന്നെ തിളപ്പിക്കും. ഇപ്പോൾ തക്കാളി ഇട്ട് തിളപ്പിച്ചാൽ തന്നെ ഒരു ഇത്തിരി വിനാഗിരി ഇട്ടാലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളിയുടെ ആ ഒരു പുളി രസം ഈ മീനുമായിട്ട് അത്ര ഒരു ഇതായിട്ട് വരില്ല. അപ്പോൾ ഒരിത്തിരി മാത്രം, ഒരു പേരിനൊരിത്തിരി വിനാഗിരി കൂടി ഇട്ടിട്ടാണ് തിളപ്പിക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെറും വിനാഗിരി ഇട്ട് മാത്രം തിളപ്പിക്കുന്നതിനേലും ടേസ്റ്റാണത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിനാഗിരി ഇട്ട് തിളപ്പിക്കുന്നതൊക്കെ ഇടയ്ക്ക് അങ്ങനെ കഴിക്കണത് ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ മീൻ തേങ്ങ അരച്ച് മാത്രമാണ് വെക്കണത്. എനിക്കങ്ങനെ പുളിയിട്ട് തേങ്ങ അരച്ച് വെക്കുന്നത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും അത് തന്നെ രസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മീനിങ്ങനെ വേഗം തിളപ്പിച്ചെടുത്താണ്. കൊച്ചിയിലെ ആളുകളാണെന്ന് തോന്നുന്നുണ്ട് ഇതുപോലെ വിനാഗിരി ഇട്ടിട്ട് മീൻ തിളപ്പിക്കണമെന്ന് തോന്നുന്നത്. വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വിനാഗിരി ഇടാറില്ല, ഒന്നില്ലെങ്കിൽ ഓട്ടുപുളിയിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ പപ്പ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പഴം മേടിച്ചിട്ട് വന്നു. ഞാൻ 1 കിലോ ഏത്തപ്പഴം മേടിക്കാനാണ് പറയുന്നത്, പക്ഷേ പുള്ളി 1 കിലോ ഏത്തപ്പഴവും 1 കിലോ പൂവമ്പഴവും കൂടി മേടിച്ചിട്ട് വന്നു. രണ്ടും പഴുത്തിരിക്കണേ. അങ്ങനെ ഇത് പെറ്റ ദിവസമാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ ഞാൻ അത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാൻ അങ്ങനെ തോന്നണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ പോലും എനിക്ക് തോന്നണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ 3 ദിവസത്തെ വീഡിയോ ഒന്ന് ചേർത്തിടേണ്ടി വന്നത്. അപ്പോൾ അത് ഇന്ന് ബുധനാഴ്ച, അതായത് നമ്മുടെ വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴങ്ങൾ അങ്ങനെ ഇരിക്കണത് പെട്ടെന്ന് തന്നെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുവിധം ചീഞ്ഞ് പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു 4 പഴം, ഒരു 3 പഴം എടുത്തിട്ട് നമ്മളുടെ ബോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അതാവുമ്പോൾ ഒന്ന് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കഴിക്കാൻ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പഴം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടുതലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ശർക്കരയും അരിപ്പൊടിയും ഗോതമ്പൊടിയും തേങ്ങയും ഏത്തപ്പഴവും കൂടിയിട്ട്. അപ്പോൾ ഇതിൽ ചെറുപഴവും എല്ലാം ഇടാട്ട, പൂവമ്പഴവും എല്ലാം ചേർത്തിട്ട് ചെയ്യാം. എങ്കിലും ഏത്തപ്പഴം ഇട്ട് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ നമ്മുടെ കല്ല് ഇത്തിരി ഒരുപാട് ചൂടായിപ്പോയി. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കണമെന്ന് വിചാരിച്ചാണ് നിന്നത്, പക്ഷെ അത് വലിയ ഫ്ലെയിമിലായിരുന്നു വെച്ചത്, ഭയങ്കരമായിട്ട് പൊകഞ്ഞു പോയി. അപ്പോൾ ആ ഒരു ബോളിൻ്റെ അടിവശത്തും ഇത്തിരി കരിഞ്ഞു. അപ്പോൾ ഈ സാധനം റയൻ കഴിക്കാൻ സാധ്യതയില്ലെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും പഴം കേടായി പോകണ്ടല്ല, ബാക്കിയുള്ള പഴം കൊണ്ട് എടുത്തിട്ട് സ്റ്റീമറിൽ വെച്ച് തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സ്റ്റീമർ കുറച്ചധികം നാളായിട്ട് ഉപയോഗിക്കാതെ പൊടി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് അതൊന്ന് ഉപയോഗിക്കാമല്ല, അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കഴുകി കളയല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആ സ്റ്റീമറും കൂടിയിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്ന് ഏത്തപ്പഴം പുഴുക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറിയുടെ ചട്ടിയാണ് ഇരിക്കുന്നത്. തലേദിവസം മീൻ തിളപ്പിച്ചില്ലേ, അത് തീർന്നിട്ടില്ല, ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് അവിടെ ആ ഒരു ചട്ടിയിൽ ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഇന്നിനി എന്തെങ്കിലും
ഉച്ചക്ക് ഒരു ചെറിയൊരു കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം നമ്മളിന്ന് പായസം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കഴിക്കാനൊന്നും തോന്നില്ല. പിന്നെ നമ്മളുടെ ഇവിടെയൊക്കെ ഇല്ലേ, വിഷുവിനെങ്ങനെ ഈ സദ്യ അല്ല കേട്ടോ, എപ്പോഴും നോണാണ് കഴിക്കുക. നല്ല മട്ടൺ സ്റ്റ്യൂവും ചിക്കൻ കറി അങ്ങനെയൊക്കെ. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത എൻ്റെ വീട് തോപ്പുംപടിയിലെ തൊട്ടടുത്ത വീട് ഹിന്ദുക്കളാണ്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിലും വിഷുവിന് തരുന്നത് ഇങ്ങനെയാണ്, മട്ടൺ സ്റ്റ്യൂവും ചിക്കൻ കറി അങ്ങനെ എല്ലാ സംഭവങ്ങളാണ് തരാറ്. അല്ലാതെ ഒരു പച്ചക്കറി ഊണൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഇവിടെ അങ്ങനെ പച്ചക്കറി ഊണില്ല. പച്ചക്കറി ഊണ് ഓണത്തിന് മാത്രമാണ്. പിന്നെ സാധാരണ പായസം ഉണ്ടാക്കുന്നത് വിഷുക്കഞ്ഞിയൊക്കെ റെയറാണ്, എങ്കിലും ചിലവരൊക്കെ ഉണ്ടാക്കുമെന്നേ ഉള്ളൂ. പായസമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ അട 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 3 അടയും പിന്നെ അതുപോലെ ഈ പഴം പുഴുങ്ങിയതും. അപ്പോൾ റയൻ കഴിച്ചത് പഴം പുഴുങ്ങിയത് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ റയനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ് കഴിക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ റയൻ ഏതായാലും റൂബിനെ പൊക്കിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ ഞാൻ ഒരെണ്ണം കഴിച്ചതിൻ്റെ ബാക്കി ഒരു പീസ് ഉണ്ട്, പിന്നെ ഒരെണ്ണം മുഴുവനുണ്ട്. മറ്റേ ആദ്യത്തെ അട പപ്പ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇന്ന് പായസം ഉണ്ടാക്കേണ്ട റയനെ. അപ്പോൾ റയൻ പറഞ്ഞു വേണ്ട മമ്മി, കഴിക്കാനൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് സാരമില്ലടാ, നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം, ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ പപ്പ എഴുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു സാധനങ്ങൾ വല്ലതും മേടിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുകയും ചെയ്തു പോയി. പപ്പ ഓരോ ജോലിയിലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ വർക്കിംഗ് ഡ്രസ്സ് ഊരിയിട്ട് പിന്നെ കുളിച്ച് വന്ന് ഡ്രസ്സ് മാറണം. അപ്പം ഞാൻ അന്ന് ബ്ലിങ്കിറ്റിൽ നിന്ന് പരിപ്പും ശർക്കരയും മേടിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് റായം പറഞ്ഞ് മമ്മി ഉണ്ടാക്കണമെങ്കിൽ ഒരൊറ്റ നേരം കഴിക്കാനേ ഉണ്ടാക്കാൻ പാടുള്ളൂ, കൂടുതൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബ്ലിങ്കിറ്റിൽ ഈ ഒരു പരിപ്പിൻ്റെ ഈസ്റ്റേണിൻ്റെ പരിപ്പ് പായസത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് പായസം പാക്കറ്റ് കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതുവരെ അത് മേടിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അതും പിന്നെ ഇത്തിരി സേമിയ പായസത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് പാക്കറ്റ്, അത് രണ്ടുമാണ് മേടിച്ചത് പായസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കണ്ടല്ല, കാരണം ഇവന് ഒട്ടും തന്നെ വേണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഉണ്ടാക്കണമെങ്കിൽ വളരെ കുറച്ചെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ വീട്ടിൽ പഴമുണ്ട് പപ്പടമുണ്ട്. അപ്പോൾ പഴമില്ലെന്നുണ്ടെങ്കിൽ പായസം ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു, കാരണം പഴം മേടിക്കണമെന്നുണ്ടെങ്കിൽ പപ്പ തന്നെ പോകണം. അപ്പോൾ തലേ ദിവസം തന്നെ പപ്പ പഴം മേടിച്ചിട്ടുണ്ടെന്ന സ്ഥിതിക്ക് അന്നേ പായസം ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് അതെല്ലാം മേടിച്ച്, പിന്നെ അത്യാവശ്യം വേണ്ട പഞ്ചസാരയൊക്കെ ഇവിടെ ഉണ്ട്, എങ്കിലും ഞാനങ്ങനെ മേടിച്ചാണ്. അപ്പോൾ അതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്ക് എന്തെങ്കിലും ഒരു കറി ഇപ്പം ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് പോരണം. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്ക് ഒരു കറിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇന്ന് ഏതായാലും ആ കക്കയിറച്ചി നമ്മൾ വേവിച്ച് വെച്ചേക്കണല്ലേ, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞങ്ങോട്ട് വെച്ച് ഇനിയിപ്പോൾ അത് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ചതിട്ടിട്ട് ഒന്ന് മറിച്ച് ഇങ്ങനെ കക്കയിറച്ചി ഇങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തവ എനിക്കൊരു പണിയായിപ്പോയി, കാരണം ഇതിൻ്റെ മസാലകൾ മുഴുവൻ തവയുടെ അടിയിൽ പിടിച്ച്. നമ്മളെപ്പോഴും നല്ല കട്ടിയുള്ള ആ കാസ്റ്റ് അയൺ ചീനച്ചട്ടിയില്ലേ, അതേലാണ് എപ്പോഴും ചെയ്യുക. ഇതിപ്പോൾ അവിടെ കഴുകി അകത്ത് തന്നെ കമഴ്ത്തി വെച്ചതുകൊണ്ട് ഇനി കഴുകി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടെടുത്തതാണ്. പക്ഷെ അതിൽ നല്ല രീതിയിൽ അടിയിൽ പിടിച്ചു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കയിറച്ചിയുടെ മസാല എല്ലാം ഈ ചട്ടിയിൽ പിടിച്ചിരുന്നിട്ട് കക്കയിറച്ചി പുഴുങ്ങിയെടുത്ത പോലെ ഇപ്പം. പിന്നെ ഞാൻ മസാലപ്പൊടികൾ മീതെ ഇട്ടിട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ പച്ചമോരും കൂടി ആക്കി വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇന്നത്തെ പച്ചമോര്, കാരണം നല്ല പുളിയുള്ള തൈരായിരുന്നു. ഞാൻ മേടിച്ച് 2-3 ദിവസം പുറത്ത് വെച്ച് പുളിച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിലോട്ട് മാറ്റണത്. ഇവിടെ പുളിയുള്ള തൈരായിട്ട് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടില്ല, വീടുകളിൽ നിന്ന് ലൂസായിട്ട് കിട്ടും. അതിന് ഇവർ പോകണം, ഇതാകുമ്പോഴത്തേക്കും ബ്ലേക്കിറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ കാര്യം കഴിഞ്ഞ് ചോറ് വെക്കണ്ടായിരുന്നതുകൊണ്ട് പിന്നെ പായസത്തിൻ്റെ ആദ്യം പരിപ്പ് പായസം തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു പാക്കറ്റിന് 6 പേർക്ക് സെർവ് ചെയ്യുകയാണ്, അതായത് ഒരു കുഞ്ഞിക്കപ്പിൽ 6 പേർക്ക് കൊടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ചല്ലേ. ഇതാണ് സാധനം. അപ്പോൾ അതിന് അവർ അളവ് പറഞ്ഞു വെച്ചത് 1/2 ലിറ്റർ, ഒരു 500 ml വെള്ളം. ആ വെള്ളത്തിലേക്ക് ഇത് കൊട്ടിയിട്ടിട്ട് കുക്കർ അടച്ചൊരു 10-20 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാമെന്നാണ് പറഞ്ഞേക്കണം. പക്ഷേ ഇത് ഭയങ്കര ബോറടിച്ച ഒരു സംഭവം കേട്ടോ. കാണുമ്പോഴത്തേക്കും കൊള്ളാമെന്ന് തോന്നിയാലും ഒട്ടും തന്നെ കൊള്ളൂല, കാരണം ഈ ശർക്കര എന്ന് പറഞ്ഞത്
പഞ്ചസാരയുടെ ടേസ്റ്റുള്ള ശർക്കരയാണ്, അതുമേലാണ് ഇതിൻ്റെ ടേസ്റ്റ് പോയത്. നമ്മൾക്ക് ആ കറുത്ത ശർക്കര വെച്ച് ചെയ്യുമ്പോഴാണ് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ്. ഇത് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ പൊടിച്ച ശർക്കരയെന്നും പറഞ്ഞിട്ട് മേടിക്കൂലേ, അത് പഞ്ചസാരയുടെ ടേസ്റ്റാണ് ആ ശർക്കരക്ക്. അത് ശർക്കര എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ആ സാധനമാണ് ഇതിനകത്ത് മിക്സ് ചെയ്തേക്കണമെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതോടുകൂടി എനിക്ക് പിന്നെ ഇത് മേടിച്ചത് ആപത്തായി പോയി എന്നുള്ളൊരു ഇതായിപ്പോയി. പിന്നെ ഏതായാലും വെക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അത്. പിന്നെ സേമിയ പായസമാണ് എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് കഴിക്കാൻ തോന്നിയത് ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ സേമിയ പായസം എടുത്തത്. അപ്പോൾ സേമിയ പായസത്തിന് 2.5 ലിറ്റർ 1.5 ലിറ്റർ, അതായത് 3 പാക്കറ്റ് പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാലും കുറച്ച് അതിൻ്റെ ആ കവർ കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് വെച്ചേക്കണത് കേട്ടോ. എന്നിട്ട് സേമിയ പായസം പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് മുന്തിരിയും കശുവണ്ടിയും എല്ലാം ഉണ്ട് കേട്ടോ. പേരിന് മാത്രമേ ഉള്ളെന്നുള്ളൂ, പക്ഷേ ഉണ്ട്. അപ്പോൾ ഒന്നും ചേർക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇത്തിരി നെയ്യ് ഇതിൻ്റെ മീതലിട്ടാൽ മതി. ഈ സേമിയ പായസത്തെ തിളച്ച് വെന്ത് കഴിയുമ്പോൾ വേറൊന്നും ചേർക്കണ്ട. പഞ്ചസാരയും എല്ലാം അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ പരിപ്പ് പായസത്തിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ചേർക്കണം. ഒരു 150 ml തേങ്ങാപ്പാൽ ചേർക്കാനാണ് പറഞ്ഞേക്കണത്. ഇത് വെന്ത് കുക്കർ തുറന്ന് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം വെന്തെന്ന് വിചാരിച്ചിട്ട് ഇത് തിളച്ച് തൂവരുതെന്ന് വിചാരിച്ച് ഞാൻ വലിയൊരു കുക്കറാണ് എടുത്തത് കേട്ടോ. സാധനം കുറവാണെങ്കിൽ തിളച്ച് ഉള്ളത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഞാൻ വലിയൊരു പാത്രമൊക്കെ വലിയൊരു കുക്കറൊക്കെ എടുത്ത് അതിനകത്താണ് ചെയ്തത്. പക്ഷെ ഒട്ടും വെന്തിട്ടുണ്ടാകുന്നില്ല. പിന്നെ ഞാൻ ഇടപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും കുക്കറടച്ച് വിസിലിട്ട് വേവിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സ്പൂൺ നെയ്യിട്ടിട്ട് അതിൻ്റെ തീ ഓഫ് ചെയ്ത് അതിൻ്റെ പണി കഴിഞ്ഞിട്ട് അത് നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് വൻ പരാജയം ശരിക്കും. പഞ്ചസാര ഇട്ട എന്നാൽ ശർക്കര പായസത്തിൻ്റെ കളർ അത്യാവശ്യം ഉണ്ടെങ്കിലും പഞ്ചസാര ഇട്ട് ശർക്കര പായസം വെച്ച പോലെ തോന്നുക കഴിക്കുമ്പോൾ. അപ്പോൾ അതിനകത്തേക്ക് നെയ്യിൽ നമ്മൾ ഇത്തിരി കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ട്, അവർ കശുവണ്ടി മുന്തിരി ഇടാനൊന്നും അതിൽ എഴുതിയിട്ടില്ല, ഇതിനകത്തോട്ട് അവർ ചേർത്തിട്ടുമില്ല. തേങ്ങാക്കൊത്ത് വറുത്തിടാനാണ് അവർ പറഞ്ഞേക്കണം. എങ്കിലും ഞാൻ കശുവണ്ടി മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി വറുത്തിട്ടാണ് അതിനകത്തേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് അതായത് 150 ml തേങ്ങാപ്പാൽ ചേർക്കാൻ. അങ്ങനെ അതെല്ലാം കൂടി ചേർത്തപ്പോൾ ഞാൻ പറഞ്ഞല്ല, വേഗാഞ്ഞുകൊണ്ട് ഇടപ്പാലും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ വൻ പരാജയം തന്നെയാണ്. നമ്മൾ വീട്ടിൽ വെക്കുന്ന ശർക്കര പായസം എന്ത് ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഭയങ്കര ടേസ്റ്റല്ലേ. അപ്പോൾ റയന് ഞാനിതെല്ലാം എടുത്ത് വിളമ്പി അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട്, അപ്പോൾ റൂബിയുടെ ചിക്കനും കൂടി വേവിക്കാനൊക്കെ വെച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, റയനെ പായസം കണ്ട് പ്രതീക്ഷ വേണ്ട, വൻ ഫ്ലോപ്പ് തന്നെയാണ്, എങ്കിലും പായസം ഒന്നും പറഞ്ഞിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഊണെല്ലാം കഴിച്ചു. അപ്പോൾ പപ്പ ആദ്യം തന്നെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് ഞാൻ സേമിയ പായസമാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ പരിപ്പ് പായസം കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ റയൻ അങ്ങനെ പരിപ്പ് പായസമൊക്കെ കഴിച്ച്, എങ്കിലും ഒട്ടും തന്നെ തൃപ്തിയായിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും കൊള്ളൂലെന്ന് അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കര ചൂടായിട്ട് റൂബി വല്ലാതെ കഥക്കണം കണ്ട് ഞങ്ങളിതേ മുകളിലേക്ക് കൊണ്ടുവന്നാണ് കേട്ടോ അവളെ. അപ്പോൾ AC ഒക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് അവളൊന്ന് ആശ്വസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ബോറടിക്കാതിരിക്കാനായിട്ട് ഒരു സിനിമ ഇട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭീഷ്മപർവം എന്ന് പറഞ്ഞ ആ ഒരു സിനിമ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് സന്ധ്യയായി, ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോയി ചായ ഇട്ട് അത് കഴിഞ്ഞ് നടക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴാണ് റൂബിക്ക് ഉറങ്ങാൻ പറ്റാത്ത അത്രയും ചൂട് അസഹനീയമായത്. അങ്ങനെ പിന്നെ മുകളിലേക്ക് വന്ന് ഏകദേശം 12 മണി കഴിഞ്ഞപ്പോഴാണ് മുകളിലേക്ക് വന്ന് അങ്ങനെ റയനും ഞാനും റൂബിനെയും പൊക്കി മുകളിൽ കൊണ്ടുവന്ന് ഇന്ന് രാത്രി ഇവിടെ വിഷുവിൻ്റെ അന്ന് രാത്രി ഇവിടെയാണ് കിടന്നിട്ടുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്